എല്ലാവർക്കും നമസ്കാരം. സൈനറിന്റെ നീറ്റ് യു ജി കൗൺസിലിംഗിന്റെ മലയാളം വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളോടൊപ്പം സംസാരിക്കുന്ന ഞാൻ ഡോക്ടർ അമൃത. നമ്മുടെ CKerala.gov.in എന്ന് പറയുന്ന ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഒരു പുതിയ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. MBBS BDS കോഴ്സുകൾ ആഗ്രഹിക്കുന്ന കാൻഡിഡേറ്റ്സ് ആണോ നിങ്ങൾ? അങ്ങനെയാണെങ്കിൽ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട കാൻഡിഡേറ്റ്സിന് NRI ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യാം എന്നതാണ് ആ നോട്ടിഫിക്കേഷനിൽ പറയുന്നത്. അപ്പോൾ നോട്ടിഫിക്കേഷൻ എന്താണ് നമുക്കൊന്ന് ഡീറ്റെയിലി മനസ്സിലാക്കിയാലോ? As per the direction of the Honorable High Court of Kerala in WP number 26889 by 2026, the facility for uploading NRI documents, other fresh NRI documents or rectifying the defect in the NRI documents already uploaded will be available to candidates included in the medical rank list on the website of the Commission of Entrance Examination from 14/8/2026 to 19/8/2026 5 PM. അതായത് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട കാൻഡിഡേറ്റ്സിന് NRI ഡോക്യുമെൻറ്റ്സിൽ നിങ്ങൾക്ക് പുതിയതായിട്ട് ഫ്രഷ് ആയിട്ട് ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യണം എന്നുണ്ടെങ്കിലും അതല്ല NRI അപ്ലൈ ചെയ്തതിൽ എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ അത് പരിഗണിക്കാനുമുള്ള ഡേറ്റ്സ് ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത് കേട്ടോ. അതെന്ന് പറയുന്നത് ഈ മാസം 14 തൊട്ട് ഈ മാസം 19 5 മണി വരെയാണ് ചെയ്യാനായി സാധിക്കുന്നത്. പിന്നെ എന്താണ് പറയുന്നത് നമുക്കൊന്ന് നോക്കാം. By clicking the menu Upload NRI document, candidates can submit fresh NRI documents. അപ്പോൾ നിങ്ങൾ പുതിയതായിട്ടാണ് NRI ഡോക്യുമെൻറ്റ്സ് ഫ്രഷ് ആയിട്ട് അപ്ലൈ ചെയ്യാൻ ആണ് പോകുന്നതെങ്കിൽ എന്താണ് നമ്മുടെ സൈറ്റിൽ അവിടെ ഒരു മെനു ഉണ്ട്. അപ്ലോഡ് NRI ഡോക്യുമെൻറ്റ്സ് എന്നൊരു മെനു ഉണ്ട്. അത് ക്ലിക്ക് ചെയ്തിട്ട് എന്താണ് നിങ്ങൾക്ക് ഡോക്യുമെൻറ്റ്സ് എല്ലാം തന്നെ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. അതോടൊപ്പം തന്നെ there will be no opportunity to submit supporting documents later under any circumstances. ഒരു കാരണവശാലും പിന്നെ അപ്ലോഡ് ചെയ്യാനായിട്ട് ഇനി ഒരു അവസരം അവർ തരത്തില്ല എന്നും ഈ നോട്ടിഫിക്കേഷനിൽ പറയുന്നുണ്ട്. പിന്നെ നമുക്ക് എന്താണെന്ന് നോക്കാം. Those candidates who have any defect in the NRI application can view the defects by clicking the menu Memo Details provided in the profile page and rectify the same. അപ്പം നിങ്ങളുടെ NRI ആപ്ലിക്കേഷനിൽ എന്തെങ്കിലും അപാകതകൾ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രൊഫൈൽ പേജിൽ ഉള്ള മെനു ആണ് ഈ മെമോ ഡീറ്റെയിൽസ്. അപ്പോൾ അത് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡിഫക്റ്റ് വന്നിട്ടുണ്ടോ എന്നത് അതിൽ അറിയാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാക്കി ആ ഡിഫക്റ്റ് കറക്റ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ all candidates are requested to go through the notification dated 5/1/2026 and government approved prospectus for admission to engineering, architecture, pharmacy, medical and medical allied courses. Related government orders available in the website. അതായത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ 5/1/2026 വന്ന നോട്ടിഫിക്കേഷൻ ഡേറ്റഡ് പ്രകാരം അത് മാത്രമല്ല നമ്മുടെ പ്രോസ്പെക്ടേഴ്സ് നോക്കി മനസ്സിലാക്കാം എന്നാണ് പറയുന്നത്. പിന്നെ ഗവൺമെൻറ് ഓർഡേഴ്സ് എല്ലാത്തിനെ പറ്റി നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയിട്ടുള്ള www.ckerala.gov.in നിങ്ങൾക്ക് സന്ദർശിച്ചാൽ അതൊക്കെ മനസ്സിലാക്കാം എന്നാണ് പറയുന്നത്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഹെൽപ്പ് ലൈൻ നമ്പർ 047123322120 അല്ലെങ്കിൽ 047123384887 എന്ന് പറയുന്ന CKerala ഹെൽപ്പ് ലൈൻ നമ്പറിലും നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. നിങ്ങളോടൊപ്പം സംസാരിച്ച് ഞാൻ ഡോക്ടർ അമൃത ഫ്രം സൈനർ. താങ്ക് യു ഓൾ ദി വെരി ബെസ്റ്റ്.